ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റിന് തന്നെയാണ് പേര്. അപ്പോൾ ഒരുപാട് പേര് പിക്കൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോരോ വീഡിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വേസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ചെമ്മീൻ്റെ തലയില്ലേ, അതിൻ്റെ ആ ഒരു ഷെല്ലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെമ്മീൻ്റെ നമ്മൾ ആ ഒരു പോർഷൻസൊക്കെ ഫ്ലഷൊക്കെ ഇതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ല സോപ്പ് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. അപ്പോൾ എന്നിട്ട് അത് കുറച്ച് ഒരു 1-2 മണിക്കൂറൊക്കെ നമ്മൾ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ അതിൽ പിടിക്കും. അങ്ങനെ നന്നായിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ ഇതുപോലെ നല്ല വൈറ്റായിട്ട് കിട്ടും. ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആരും അടിക്കണ്ട. കാരണം ചെമ്മീന് പൊതുവേ ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണ്ടേ? ഞാൻ പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്, പേൾ കളറാണ് എടുക്കുന്നത്. ഒരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു പുറത്ത് മാത്രമാണ് കേട്ടോ ഞാൻ പെയിൻ്റ് അടിക്കുന്നത്. ഉള്ളിലൊന്നും നമ്മൾ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊരു ആ ഒരു ഹെഡിനൊരു സൂചി പോലുള്ളൊരു ഇതുണ്ടാവില്ല, ഒരു കൊമ്പ് പോലെ. ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, നല്ല ഷാർപ്പാണ്, നീഡിൽ പോലെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ ആ ഒരു പോർഷന് പിടിച്ചിട്ട് അതിൻ്റെ ബാക്കി സൈഡിലൊക്കെ പെയിൻ്റ് അടിച്ച് അപ്പോൾ എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ആ ഒരു പോർഷനും കൂടെ ഒന്ന് ആ ഒരു സൂചി പോലെയുള്ള ഭാഗമില്ലേ അവിടെയും കൂടെ ഒന്ന് പിന്നെ പെയിൻ്റ് അടിച്ചെടുത്താൽ മതി. അപ്പം ഞാനൊരു 2-3 എണ്ണം പിങ്ക് കളർ ഈ ഒരു പേൾ കളർ അടിച്ചിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ പെയിൻ്റൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ നോർമൽ ആ ഒരു പിങ്ക് കളർ എടുത്തിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. പേൾ കളറല്ല, നോർമൽ കളറില്ലേ ആ ഒരു ടൈപ്പ് ആക്രിലിക് കളർ എടുത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു ഭംഗി അതാണെന്ന്, നല്ലൊരു ഡാർക്കായിട്ട് തോന്നും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൂം സ്റ്റിക്കാണ്, അതായത് ഈർക്കിലില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങളിത് പെയിൻറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ റോൾ ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പറൊക്കെ റോൾ ചെയ്തെടുത്താലും മതി. പിന്നെ ഞാൻ കുറച്ച് ഷെൽസ് ഞാൻ നേരത്തെ ഓൾറെഡി പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡൻ കളർ എടുത്തിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ടാണ്. അപ്പം ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇത് 50 ml 35 റുപ്പീസാണ് കേട്ടോ റേറ്റ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഗ്ലൂ ഗണ്ണ് കയ്യിലില്ല, അപ്പോൾ ഫെവിക്കോൾ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഫെവിക്കോൾ കൊണ്ടൊന്നും എല്ലാം ഇതൊന്നും പറ്റൂല. അപ്പോൾ നമുക്ക് അതിന് പകരമൊക്കെ നമുക്ക് ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാനിതിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാതെ ഫെവി ബോണ്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഈർക്കിലിൽ കുറച്ച് ഈ ഒരു ഗം അപ്ലൈ ചെയ്തിട്ട് ഈ ഷെൽസ് ഇല്ലേ അതിൻ്റെ ആ ഒരു അകത്തുള്ള ഒരു പോർഷന് ആവുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഈർക്കിലിയിൽ ഒട്ടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ആ ഒരു ഷെല്ലിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ഈർക്കിലിയിൽ താഴെ കുറച്ച് വിട്ടിട്ടൊന്ന് ഒട്ടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ അടുത്ത് ഒട്ടിച്ചത്. അതൊരു ഒരു ഈർക്കിലിൻ്റെ നടുക്കായിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു ടിപ്പിലും അങ്ങനെ ഒരു 3 എണ്ണമായിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ ഷെൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് കുറച്ചുകൂടി കുറവുണ്ട് തോന്നിയിട്ട് അപ്പോൾ 1-2 സ്ഥലത്തൊക്കെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് അധികം തന്നെ ഞാനൊന്ന് ഗം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എനിക്കത് യൂസ് ചെയ്തപ്പോഴുള്ള ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ അത്രയും എഫക്റ്റീവ് അല്ല. കാരണം അത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു ഷെൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കിട്ടും. ഇത് കുറച്ച് സമയം നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഒന്ന് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്, മൂവ് ചെയ്ത് ഇളകി പോകുമൊന്നുമില്ല. ഈ ഫെവി ബോണ്ടിൻ്റെ മേലെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ക്യാൻവാസ്, റെക്സിന്, ലെതർ ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നല്ല ശരിക്കും വീട്ടിലുള്ള ആവശ്യങ്ങൾ, ക്രാഫ്റ്റിനല്ല ആക്ച്വലി ഇത്, അത് ഹോം ഇൻഡസ്ട്രി അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗമ്മാണ്. അപ്പം നമുക്ക് ഈ ഒരു ഫെവിക്കോളിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു എഫക്റ്റീവാണ്, കാരണം അതിനേക്കാൾ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ അത്രയും കുറച്ചൊരു എഫക്റ്റീവ് അല്ലാന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് 1-2 ഈർക്കിൽ ഞാനൊരു ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൽ ഞാൻ ആ ഒരു ഗോൾഡൻ കളറില്ലേ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഞാൻ ഈ വീഡിയോ ചെയ്ത് വെച്ചിട്ട് ഒരു 1.5 മാസത്തോളമായി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തു, പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ വേറെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നോണ്ട സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലിൽ അവൾ ഈ ഒരു സെയിം തന്നെ ഇട്ടിട്ടുള്ളത്. കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടാണ്, എന്നാലും ഈ ഒരു ചെമ്മീൻ്റെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴാണ് എനിക്കൊരു കമൻറ്റ് വന്നത്, ചെമ്മീൻ്റെ ഷെല്ല് വെച്ചിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്യുമെന്നും. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബോട്ടിൽ ആർട്ട് ഞാൻ മെല്ലെ ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷെൽസൊക്കെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറച്ചധികം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് മെറ്റാലിക് ഗോൾഡ്, പിന്നെ നോർമൽ ആക്രിലിക് കളറില്ലേ, ആ ഒരു പിങ്ക് കളറായിരുന്നു, പിന്നെ അടുത്തത് പേൾ പിങ്ക്. അങ്ങനെ 3 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചെമ്മീൻ്റെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ചൊരു ലീഫും കൂടി ഉണ്ടാക്കിയെടുത്താലല്ലേ കറക്റ്റ് ഒരു ഭംഗിയായിട്ടുള്ളൂ. അപ്പോൾ ആ ലീഫിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് എക്സ്റേയുടെ ഒരു പഴയൊരു ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം ഞാൻ ആ ഒരു വീതിയുള്ള ഒരു പോർഷൻസ് നിന്നാണ് എടുക്കുന്നത്. ഒരു തിന്നായിട്ടുള്ളൊരു സ്ട്രിപ്സ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കട്ട് ചെയ്ത സ്ട്രിപ്പിൻ്റെ ആ ഒരു മേലെ ഇങ്ങനെ 2 സൈഡിൽ ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലീഫിൻ്റെ പോലെ ഒരു കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ അത് ഇത്തിരി ഒരു നീളം കുറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഞാൻ എക്സ്റേ ഷീറ്റിൻ്റെ ഒരു വീതിയുള്ള ഒരു പോർഷനില്ലേ, ആ ഒരു ഭാഗത്തു നിന്നൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു പീസിനെ ഞാൻ മേലെ ഇങ്ങനെ 2 സൈഡൊന്നും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ ആദ്യം ആ ഒരു സ്ട്രിപ്പിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡും കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ലീഫ് എന്നായിട്ട് കിട്ടും. അപ്പം ഞാനിതുപോലെ തന്നെ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡേറ്റ്സിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത്. അതിന് ഈ ഒരു ടൈപ്പ് ലീഫാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ അന്ന് ഡേറ്റ്സിൻ്റെ സീഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ സാബ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ കളർ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്നില്ല. എക്സ്റേയുടെ ഷീറ്റ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ലീഫ് വെച്ചിട്ട് ഓരോന്നിനും ഇങ്ങനെ ഫ്ലവർ ടൈപ്പ് വെച്ചിട്ട് റോൾ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ ആ ഒരു ലീഫ് നമ്മൾ എക്സ്റേ ഷീറ്റാണെന്ന് ആരും പറയില്ല അത് കാണുമ്പം. കാരണം അതിന് നല്ലൊരു ഭംഗിയും അതിന് ആ ഒരു ചെമ്മീൻ്റെ ഒരു ഷെല്ലിനൊക്കെ നല്ലൊരു മാച്ചായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ കണ്ടാൽ ആരും പറയില്ല ചെമ്മീൻ്റെ ഷെല്ലാണെന്നുള്ളത്. നല്ലൊരു ടൂലിപ്പ് ഫ്ലവറിൻ്റെ പോലത്തെ ഒരു ഭംഗി തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു പിങ്ക് കളറും ഒക്കെ അടിച്ച സമയത്ത്. ഞാനപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഒരു ടൂലിപ്പ് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കക്കുരുവിൻ്റെ തൊലി വെച്ചിട്ടാണ് ചെയ്തത്. അതിന് ഞാൻ ലീഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തെങ്ങിൻ്റെ ഒരു ഓലയില്ലേ, ആ ഒരു ഓല കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കണേ. എല്ലാം വേസ്റ്റാക്കി കളയുന്ന മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഇതിന് ഞാൻ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈർക്കിലി തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈർക്കിലി വെച്ച് ചെയ്തിട്ടുള്ള വേറൊരു ക്രാഫ്റ്റ് ആയിരുന്നു ഇത് ഡേറ്റ്സിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫ്ലവറിൻ്റെ പഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈർക്കിലി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള നമ്മൾ വേസ്റ്റ് ആക്കിയുള്ള മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ്. 2 ടൈപ്പ് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സ്റേൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ലീവ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെമ്മീൻ്റെ ആ ഒരു ഷെല്ലിന് കുറച്ചധികം ലീവ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ 2-3 ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലീവ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ജോമോൾ, 6th പഠിക്കുന്ന വിസ്മയ, റഹീഫ, ആയിഷ നഹാല, മെറീറ്റ അമാല, 8th പഠിക്കുന്ന പാർവതി, 7th പഠിക്കുന്ന നജുമ ഫർസാന, 6th പഠിക്കുന്ന ആദ്യ ബിജോയ്, സിയാദ് വി എം, 8th പഠിക്കുന്ന റിതു, 5th പഠിക്കുന്ന ആദിത്യ, 5th പഠിക്കുന്ന റംസീന, 7th പഠിക്കുന്ന നിവേദ്യ, സിനാൻ, നസ്രിയ നിസാർ, 5th പഠിക്കുന്ന സദീദ, ഫാത്തിമ ലുലു, 3rd പഠിക്കുന്ന അമീൻ മുസ്തഫ, ഫൈഹ, ഫൈസാൻ, പിന്നെ കുഞ്ഞാവ ഹൈസ, 8th പഠിക്കുന്ന ഫിദ റിസ്വിൻ, 7th പഠിക്കുന്ന ഫൻഹ ഫൈസൽ, UKG പഠിക്കുന്ന ഫർഹ ഫാത്തിമ, ജുമാന, മിൻഹ ഫാത്തിമ, ഫാത്തിമ നഷ്വ, മുഹമ്മദ് നഹ്ദാൻ, അജ്വ, 9th പഠിക്കുന്ന തീർത്ത, പിന്നെ 6th പഠിക്കുന്ന ഷിഫ അനാൻ, ഫാത്തിമ നിയ, 7th പഠിക്കുന്ന ഫിദ. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇനി വീട്ടിൽ ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വീട്ടുകാരൊക്കെ ഒന്ന് കാണാതെ ആ ഷെൽസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വീട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു നോക്കൂ. അവരെന്നെ എന്തായാലും ഞെട്ടും. ചെമ്മീൻ്റെ ഷെല്ലാണെന്നൊന്നും ആർക്കും കണ്ടാൽ മനസ്സിലാവുകയില്ല. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ക്രാഫ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.